രാധ ടീച്ചറുടെ നെരിപ്പോട് എന്ന കഥയുടെ 8ാം ഭാഗം. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാവുന്ന സ്നേഹം മുഴുവൻ ആ കുറഞ്ഞ കാലയളവിൽ ഞങ്ങൾ അനുഭവിച്ചു തീർത്തു. പിന്നെ എങ്ങനെയാണ് എന്നെ കൈവെടിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? ആ കാരണം എനിക്കിന്നും അജ്ഞാതമാണ്. ഇന്നിതാ ജീവചവമായി ഈ വലിയ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അടങ്ങാത്ത എൻ്റെ നൊമ്പരത്തിൻ്റെ ഫലമായിരിക്കുമോ അദ്ദേഹത്തിന് ഇത്തരമൊരു ദുരന്തമുണ്ടായത്? ഈശ്വര, എങ്കിൽ എനിക്ക് മാപ്പ് തരൂ. വേദനയുടെ പാരമ്യത്തിൽ ഞാൻ തീവ്രമായ ശാപവാക്കുകൾ ഉരുവിട്ടിട്ടുണ്ട്. ഇന്നത് ഓർത്ത് ഞാൻ വിഷമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് സുഖപ്പെടുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം കൈയൊന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നി. പക്ഷേ ആ ശ്രമം വിഫലമായി പോയി. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിരുത്താനും ആ ശരീരം തഴുകിത്തലോടെ ആശ്വസിപ്പിക്കാനും മനസ്സ് കൊതിച്ചു. അതിനായി കൈകൾ നീണ്ടതുമാണ്. പക്ഷെ ഞാൻ സ്വയം നിയന്ത്രിച്ചു. എനിക്കിപ്പോൾ അതിനുള്ള അവകാശമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ മരവിച്ച് കിടക്കുന്ന ഈ ശരീരം തഴുകിത്തലോടെ ഓജസ്സും തേജസ്സും ഉള്ളതാക്കി മാറ്റിയേനെ. സ്നേഹപരിചരണങ്ങൾ കൊണ്ട് ഏതു രോഗവും മാറ്റിയെടുക്കാവുന്നതാണ്. മനസ്സിൻ്റെ സന്തോഷമല്ലേ ഏത് ചികിത്സയേക്കാളും ഉപരിയായി നിൽക്കുക. എങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറെ കൂടി ഞാൻ നീങ്ങിയിരുന്നു. ആ നെറ്റിയിലും മുഖത്തും സ്നേഹത്തോടെ തഴുകി. ചെവിയിൽ പതുക്കെ പറഞ്ഞു, സാരമില്ല കേട്ടോ, എൻ്റെ മനസ്സിലൊരു ദേഷ്യവുമില്ല. എളുപ്പം സുഖപ്പെടും. സന്തോഷമായിരിക്കൂ. അയാൾ നിർവൃത്തിയോടെ കണ്ണുകൾ അടച്ചു. പശ്ചാത്താപം കൊണ്ട് ആ മനസ്സ് പിടുകയാണെന്ന് എനിക്കും തോന്നി. ഇനിയും ഞാൻ വരാൻ കേട്ടോ. അദ്ദേഹത്തിൻ്റെ വലതുകരം തലോടിക്കൊണ്ട് യാത്ര ചോദിച്ചു. എൻ്റെ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്ന് വാതിൽക്കലെത്തി. അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം കിടക്കുകയാണ്. ആ കണ്ണുകളിലെ ദയനീയ അവസ്ഥ എന്നെ തളർത്തി. അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്താണ് ആ മനസ്സിൽ ഇപ്പോൾ വിങ്ങിക്കൊണ്ടിരിക്കുന്നത്? നഷ്ടപ്പെട്ട സൗഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുകയായിരിക്കുമോ? എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. പെട്ടെന്ന് ശൈലജ വന്ന് എൻ്റെ കൈ പിടിച്ച് ഊടുമേശയ്ക്കരികിലിരുത്തി. ചേച്ചി ഇവിടെ ഇരിക്കൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. പോകാൻ തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. ശൈലജ പറഞ്ഞോളൂ. ചേച്ചി ഒന്ന് വിളിച്ചുകൊണ്ടുവരണമെന്ന് കൃഷ്ണകുമാറിൻ്റെ സഹോദരിയോട് ഞാനാണ് ആവശ്യപ്പെട്ടത്. ചേച്ചി വരില്ലെന്നാണ് ഞാൻ കരുതിയത്. അത്തരത്തിലൊരു വഞ്ചനയല്ലേ ചേച്ചിയോട് കൃഷ്ണകുമാർ ചെയ്തത്? അത് കേട്ടപ്പോൾ ഞാൻ ആകാംക്ഷയോടെ ശൈലജയുടെ മുഖത്തേക്ക് നോക്കി. എനിക്കെല്ലാം അറിയാൻ ചേച്ചി. അദ്ദേഹം എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റബോധത്താൽ നീറി കഴിയുകയായിരുന്നു. അതുകൊണ്ടാണ് ശാരി ചേച്ചിയോട് വരാൻ പറഞ്ഞത്. തളർന്നു കിടക്കുന്ന ഈ അവസ്ഥയിൽ കുറ്റബോധത്താൽ നീറുന്ന മനസ്സിന് അല്പം ആശ്വാസം ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ എന്ന് ഞാൻ കരുതി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വളരെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. എൻ്റെ മുൻപിൽ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെങ്കിലും ആ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കൃഷ്ണകുമാർ, നിങ്ങളുടെ മനസ്സിൽ കാര്യമായ എന്തെങ്കിലും വേദനയുണ്ടോ? നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. എന്തോ മാനസികമായ ഒരു അകൽച്ച എനിക്ക് തോന്നിപ്പോകുന്നു. എന്നോട് പറയാൻ കഴിയുന്നതാണെങ്കിൽ പറയൂ. നിങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. കുറച്ചു സമയത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം പറയാൻ തുടങ്ങി. ശൈലജേ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഉൾക്കൊള്ളണം. എന്നോട് വെറുപ്പൊന്നും തോന്നരുത്. എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. ഇല്ല, ഞാൻ പരിഭവിക്കില്ല. നിങ്ങൾ പറഞ്ഞോളൂ. അത് കേട്ട അയാൾ പറഞ്ഞു, ഞാനൊരു ചതിയനാണ്, വഞ്ചകനാണ്. വാസ്തവത്തിൽ നിന്നെയും ഒരു വിധത്തിൽ ഞാൻ ചതിച്ചെന്ന് പറയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങൾ കാര്യം പറയൂ. കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്ന എൻ്റെ കൂട്ടുകാരിയെ ചതിച്ചവനാണ് ഞാൻ. എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഒരു ജന്മത്തിൽ കിട്ടാവുന്ന സ്നേഹം മുഴുവൻ തന്നവളാണ്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒന്നായവർ. അവളിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഏകയായി വിധിയെ ശപിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നു. എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഇനി നാട്ടിൽ ചെന്ന് ശാരിയെ മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആ ചിന്തയോടെ ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് അധികം താമസിയാതെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് വിവാഹിതരാകാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഞങ്ങൾ പരസ്പരം സ്നേഹം പങ്കിടുകയും ചെയ്തു. ഉടനെ തിരിച്ചു ചെല്ലാമെന്നും വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അവൾ അമ്മയാകാൻ പോകുന്നു എന്ന വിവരം എത്ര സന്തോഷത്തോടെയാണ് എന്നെ അറിയിച്ചത്. ഞാനും ആ വാർത്തയിൽ സന്തോഷവാനായിരുന്നു. പക്ഷേ വിധി വൈപരീതമെന്ന് പറയട്ടെ, എനിക്ക് പിന്നെ നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എൻ്റെ ജ്യേഷ്ഠന്മാരുടെ വ്യാജ വാക്കുകളിൽ ഞാൻ വീണുപോയി. അവളെക്കുറിച്ച് അനാവശ്യമായ പല കഥകളും അവർ മെനഞ്ഞുണ്ടാക്കി. അതിലേക്കായി പല തെളിവുകളും അവർ നിരത്തി. വിഡ്ഢിയായി ഞാൻ അതെല്ലാം വിശ്വസിച്ചു. അവളുടെ സ്നേഹം മനസ്സിലാക്കാതെ, അവളുടെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കാതെ നിഷ്കരുണം ഞാൻ കൈവെടിഞ്ഞു. ഏതു ഗംഗയിൽ മുങ്ങിയാലാണ് എനിക്ക് പാപമോചനം ലഭിക്കുക? അവളെ മാനസിക പീഡനത്താൽ ചുട്ടുകൊന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അവൾ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. ഇപ്പോൾ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. ഞാൻ മനുഷ്യരൂപമുള്ള ഏതോ നികൃഷ്ട ജീവിയാണ്. കാലം എനിക്ക് മാപ്പ് തരില്ല.
ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് വെച്ചാൽ അഭിമാനിയായി അവൾ സ്വീകരിക്കില്ല. അന്തസ്സോടെയാണ് ഇന്നവൾ ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിങ്ങൾ സമാധാനിക്കൂ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, എല്ലാം വേണ്ട സമയത്തല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ കഥ ഞാൻ അറിഞ്ഞത്. ശാരി ചേച്ചി അദ്ദേഹത്തെ കാണാൻ ഇനിയും വരണേ, അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരിക്കും. ശരി ശൈലജെ, ഞാൻ വരാൻ ശ്രമിക്കാം. ശൈലജ തന്ന ചായയും കുടിച്ച് പടിയിറങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ചായിരിക്കും ഫലം ലഭിക്കുക എന്ന് ഞാൻ ചിന്തിച്ചുപോയി. വരാമെന്ന് പറഞ്ഞു പോന്നെങ്കിലും പിന്നീട് ഒരിക്കലും ഞാൻ പോയിട്ടില്ല. വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, ആ ദയനീയ അവസ്ഥ കാണാൻ കഴിയാഞ്ഞിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു അയാളുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു എന്ന്. അന്നും ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം നിലയ്ക്കാത്ത ഓർമ്മകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാസാഗരമാണ് മോളെ എൻ്റെ മനസ്സ്. ഇതാണ് എൻ്റെ കഥ. എല്ലാം നീ കേട്ടു കഴിഞ്ഞല്ലോ. നീ എൻ്റെ അടുത്ത് വരുമ്പോൾ നിന്റെ കയ്യിൽ എൻ്റെ കഥയുണ്ടായിരിക്കണം. ഞാനത് വായിച്ചതിന് ശേഷമേ ഇഹലോകവാസം വെടിയൂ. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, പിന്നെ വരാം. ശാരി ചേച്ചിയുടെ കയ്യിൽ ഒരു കെട്ട് നോട്ടെടുത്ത് ഏൽപ്പിച്ചു. വിസമ്മതം പ്രകടിപ്പിച്ചുവെങ്കിലും സ്നേഹനിർഭരമായ നിർബന്ധത്തിനു മുമ്പിൽ വഴങ്ങുകയായിരുന്നു. ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. ആ കണ്ണുകൾ നിറയുന്നത് കണ്ടു നിൽക്കാൻ എനിക്കായില്ല. പിന്നീട് ഞാൻ അവരെ കാണാൻ പോയില്ല. ശാരി ചേച്ചിയുടെ കഥ കറുത്ത മഷിയിൽ എഴുതുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞു ചേച്ചി കറുത്ത പുകമറയ്ക്കുള്ളിൽ അലിഞ്ഞു ചേർന്നെന്ന്.